ആണുങ്ങൾ മാത്രം ചുമതല വഹിച്ചിരുന്ന കൈക്കാരന്മാരുടെ ഇടയിലേക്ക് വനിതയെ തിരഞ്ഞെടുത്ത് പുതിയൊരു മാറ്റത്തിന് തുടക്കമിട്ട് പൂങ്കാവ് ഇടവക. പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ പള്ളിയുടെ കൈക്കാരനായി സുജ അനിൽ ചുമതലയേറ്റതോടെ വനിതാ നേതൃത്വത്തിന് കൂടി അതൊരു പുതിയ മാതൃകയായി. 1860 സ്ഥാപിച്ച ഇടവകയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് വനിതാ കൈക്കാരൻ പദവിയിലെത്തുന്നത്. രൂപതയിലും വനിതാ കൈക്കാരൻ അപൂർവതയാണ്. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകൾ നോക്കി നടത്തുന്നതിന് ഇടവക വികാരിയെ സഹായിക്കുക എന്നതാണ് സുജയുടെ ചുമതല. നിലവിൽ പള്ളിയിൽ 3 കൈക്കാരന്മാരാണുള്ളത്. പൂങ്കാവ് വടക്കൻപറമ്പ് വീട്ടിൽ KS അനിലിന്റെ ഭാര്യ സുജ KLCA സെക്രട്ടറിയും പൊതുപ്രവർത്തകയുമാണ്. 3 കൈക്കാരന്മാരിൽ ഒരാൾ വനിതയാവട്ടെ എന്ന് വികാരിയച്ഛൻ പറഞ്ഞപ്പോൾ അത് ഇടവക സമൂഹം അത് അംഗീകരിക്കുകയും അതിൽ നിന്നും എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ആ ഒരു സാഹചര്യം ഒത്തിരിയേറെ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ജനിച്ച് വളർന്ന് ഞാൻ കണ്ട എൻ്റെ ഇടവക ദേവാലയത്തിൽ ഇങ്ങനൊരു സ്ഥാനം കിട്ടിയതിൽ എന്തായാലും വനിതകൾ ഇനിയും ഒത്തിരി പേർക്ക് ഒത്തിരിയേറെ ഇടവകകളിൽ വനിതകൾ കൈക്കാരൻ്റെ സ്ഥാനത്തേക്ക് വരണം. വനിതകൾക്കും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മളായിട്ടത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 11ാം വാർഡ് മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന സുജ സോഷ്യോളജി ബിരുദധാരിയുമാണ്. പള്ളിയിൽ കൈക്കാരന്റെ ഒഴിവ് വന്നപ്പോൾ ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായ സുജയുടെ പേര് വികാരി സേവ്യർ ചിറമേൽ നിർദ്ദേശിക്കുകയും ഇടവകാംഗങ്ങൾ പിന്തുണയ്ക്കുകയുമായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ദേവാലയത്തിലേക്ക് എത്തുന്ന വിശുദ്ധ വാരത്തിന്റെ ആഘോഷ നാളുകൾക്കിടയിൽ സുജയ്ക്ക് ലഭിച്ച നിയോഗം മറ്റൊരു അപൂർവതയായി. പള്ളിയിൽ നടന്ന ചടങ്ങിൽ മറ്റു 2 കൈക്കാരന്മാർക്കൊപ്പം സുജ അനിലും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റതോടെ ഇടവകയുടെ ചരിത്രത്തിൽ അത് പുതിയൊരു അധ്യായമായി. അമൃത ന്യൂസ്, ആലപ്പുഴ.